നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? നമ്മൾ പല രീതിയിലും നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നുള്ളതാണ്. അത് 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ്, സെക്കൻഡ് ഓപ്ഷൻ ടു റീപ്ലേസ് ലോസ്റ്റ് ബ്ലഡ് കമ്പോണൻസ്, ഓപ്ഷൻ സി ടു ട്രീറ്റ് ഇൻഫെക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ടു ഇൻക്രീസ് ബ്ലഡ് വോളിയം ടെമ്പററിലി. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ടു റീപ്ലേസ് ലോസ്റ്റ് ബ്ലഡ് കമ്പോണൻസ് എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ റെഡ് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സെൽസ് ന്യൂട്രിയൻസ് ഒക്കെ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ക്യാരി ചെയ്യുന്നതാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത് എന്തിനല്ല, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ ഓപ്ഷൻ സി ആയിട്ട് വരുന്നത് ടു ട്രീറ്റ് ഇൻഫെക്ഷൻ ആണ്. നമ്മൾ ഒരിക്കലും ഇൻഫെക്ഷൻസ് ട്രീറ്റ് ചെയ്യാനും എന്ത് ചെയ്യാറില്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാറില്ല. അത് നമ്മൾ മെഡിക്കേഷൻസ് ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നതാണ് ചെയ്യുന്നത്. ടു ഇൻക്രീസ് ബ്ലഡ് വോളിയം ടെമ്പററിലി, നമ്മുടെ ബ്ലഡിന്റെ വോളിയം ടെമ്പററിലി ആയിട്ട് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. അതുമല്ല നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിന്റെ വോളിയം കൂടും. പക്ഷെ എങ്കിൽ കൂടി നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ടു റീപ്ലേസ് ലോസ്റ്റ് ബ്ലഡ് കമ്പോണൻസ് ആണ്. നമുക്ക് ഏതൊരു കമ്പോണന്റ് ആണോ നമ്മുടെ ബോഡിയിൽ ലാക്ക് ആയിട്ടുള്ളത് അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. അത് മേ ബി RBC ആകാം, അല്ലെങ്കിൽ ലൂക്കോസൈറ്റ് ആവാം, അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആവാം, പ്ലാസ്മ ആവാം. നമ്മൾ കമ്പോണന്റ് പ്രിപ്പറേഷൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പൊ ഏതാണ് നമ്മുടെ ബോഡിയിൽ ലാക്ക് വന്നിട്ടുള്ളത്, മേ ബി അത് ഡിസീസ് കൊണ്ടാവാം, അല്ലെങ്കിൽ സർജറി ആവാം. അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ ബോഡിയിൽ ലാക്ക് വന്ന ഒരു കമ്പോണന്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എൻഷുറിംഗ് സേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? നമ്മളൊരു സേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ്. ചെക്കിംഗ് ദ ബ്ലഡ് ടൈപ്പ്, വെരിഫൈങ് ദ പേഷ്യന്റ് ഐഡന്റിറ്റി, പ്രിപ്പയറിംഗ് ദ ബ്ലഡ് പ്രൊഡക്റ്റ്, അസസിംഗ് വൈറ്റൽ സൈൻസ്. ഇതിൽ ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് വെരിഫൈ പേഷ്യന്റ് ഐഡന്റിറ്റി എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു ട്രാൻസ്ഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടത് പേഷ്യന്റിന്റെ ഐഡന്റിറ്റി ആണ്. അതായത് നമ്മൾ കറക്റ്റ് പേഷ്യന്റിനാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ റൈറ്റ് പേഷ്യന്റ് ആണ്, ആ ഒരു റൈറ്റ് പേഷ്യന്റ് റൈറ്റ് ബ്ലഡ് റിസീവ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എൻഷുർ ചെയ്യുന്നത്. ചെക്കിംഗ് ദ ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതെന്താണ്, നമ്മൾ പേഷ്യന്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ് ബ്ലഡ് ടൈപ്പ്. പ്രിപ്പയറിംഗ് ബ്ലഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റ് ഐഡന്റിറ്റി, കോമ്പാക്ടിവിറ്റി എല്ലാം ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് പ്രൊഡക്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അസസിങ് വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത്, വൈറ്റൽ സൈൻസ് നമ്മൾ എന്ത് ചെയ്യും, അതും നമ്മൾ പേഷ്യന്റ് ഐഡന്റിറ്റി ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള വൈറ്റൽസ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പേഷ്യന്റ് ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ദി യൂണിവേഴ്സൽ റെസിപ്പിയന്റ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പാന്നുള്ളതാണ്. ആൻസർ ആയിട്ട് വരുന്നത് AB ഗ്രൂപ്പാണ്. ഓപ്ഷൻസ് A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് AB ആണ്. AB ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യാം, നമ്മുടെ ABO പ്ലസ് ഏത് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിലും ABക്കാർക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ്, അവർക്ക് ആന്റി A അല്ലെങ്കിൽ ആന്റി B എന്താണ്, ലാക്ക് ആണ് അവരുടെ ആന്റി A അല്ലെങ്കിൽ ആന്റി B, അതായത് ആന്റിബോഡീസ് Aയും Bയും അവർക്ക് ലാക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും അവർക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്ന എക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് എയോ അല്ലെങ്കിൽ O മാത്രമാണ്. നോട്ട് ഫ്രം ആൾ ഗ്രൂപ്പ്സ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ബിക്ക് B അല്ലെങ്കിൽ O എന്ന് റിസീവ് ചെയ്യാൻ പറ്റും. O എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആയിരുന്നു. നമ്മൾ ഓപ്ഷൻ ഡി വരുന്നത് O ആണ്. O ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണ്. അതായത് അവർക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ബ്ലഡ് കൊടുക്കാം. പക്ഷെ അവർക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുന്നത് O ഗ്രൂപ്പ് നിന്ന് മാത്രമായിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് AB എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്, അവർക്ക് ഏതെന്ന് വേണമെങ്കിലും സ്വീകരിക്കാം. O എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണർ ആണ്, അവർക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം. പക്ഷെ അവർക്ക് O നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ A എന്ന് പറയുന്നത് അവർക്ക് പറ്റുന്നത് A ഗ്രൂപ്പിൽ നിന്ന്, അതുപോലെ O ആണ്. B ഗ്രൂപ്പിൽ നിന്ന് പറ്റുന്നത് അവർക്ക് B ഗ്രൂപ്പിൽ നിന്നും O ഗ്രൂപ്പിൽ നിന്നുമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റിസീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ബ്ലഡ് ഡൊണേഷൻ ഇൻവോൾവ്സ് ഇൻ കളക്ടിങ് ബ്ലഡ് ഫ്രം എ ഹെൽത്തി ഡോണർ ഫോർ യൂസ് ഇൻ അനദർ പേഷ്യന്റ്? നമ്മളൊരു ഹെൽത്തി ഡോണറിന്
അനദർ പേഷ്യന്റിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയാന്നുള്ളത്, ആ ഒരു ഡൊണേഷന് നമ്മൾ എന്താ പേര് പറയാന്നുള്ളതാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് അലോജനിക് ഡൊണേഷൻ എന്നുള്ളതാണ്. അലോജനിക് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ഒരു ഡോണറിൽ നിന്ന് കളക്ട് ചെയ്ത് അത് വേറൊരു ഡിഫറെന്റ് പേഴ്സൺക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അലോജനിക് ഡൊണേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് വന്നിട്ട് ഓട്ടോലോഗസ് ഡൊണേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു പേഴ്സൺ ഡൊണേറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്ലഡ് അവർ എന്ത് തന്നെ യൂസ് ചെയ്യണം, ഒരു ഫ്യൂച്ചർ യൂസിന് തന്നെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോലോഗസ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡൊണേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സ്പെസിഫിക് പേഷ്യൻസ് ആണ്, അതായത് ഫാമിലി മെമ്പേഴ്സോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ഡൊണേഷൻ എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ്, അതായത് ആ ഒരു കമ്പൗണ്ട് മാത്രം പ്ലേറ്റ്ലെറ്റ്, സ്പെസിഫിക്കലി പ്ലേറ്റ്ലെറ്റ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൊണേറ്റ് ചെയ്യുന്നത്, ഹോൾ ബ്ലഡ് അല്ല. അപ്പോൾ നമ്മൾ ബ്ലഡ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് കളക്ട് ചെയ്തിട്ട് വേറൊരാൾക്ക് കൊടുക്കുന്നതിനെ നമ്മൾ അലോജനിക് ഡൊണേഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ കോംപ്ലിക്കേഷൻ ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അതായത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്താന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹീമോലിറ്റിക് റിയാക്ഷൻസ് ആണ്. അതായത് ഹീമോലിറ്റിക് റിയാക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത്, അതായത് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹീമോലിറ്റിക് റിയാക്ഷൻ ആണ്. അതായത് ഹീമോലിറ്റിക് റിയാക്ഷൻ എങ്ങനെ ഒക്യൂർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പിയന്റ്, അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് അതായത് സ്വീകരിച്ച ആളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹീമോലിറ്റിക് റിയാക്ഷൻസ് ഒക്യൂർ ചെയ്യുന്നത് നമ്മുടെ റെസിപ്പിയന്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ട്രാൻസ്ഫ്യൂസ് ചെയ്ത ബ്ലഡ് സെൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഹീമോലിറ്റിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. അത് കാണുന്നത് ഇൻകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസിലാണ് അത് കാണുന്നത്. ഓക്കെ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഷുഗർ കുറയുന്ന ഒരു കണ്ടീഷൻ ആണ്. അത് സാധാരണ നമ്മുടെ ഇതായിട്ട് റിലേറ്റഡ് അല്ല. ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് മേ ബി നമ്മുടെ BP-യിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് കാണാം, എങ്കിൽ കൂടി അതെന്തല്ല ഹീമോലിറ്റിക് റിയാക്ഷൻസ് പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല. അലർജിക് റിയാക്ഷനും ഇതുപോലെ തന്നെയാണ്. നമ്മൾ അലർജിക് റിയാക്ഷൻ ചില ട്രാൻസ്ഫ്യൂഷന്റെ കേസിൽ നമ്മൾ കാണാറുണ്ട്, ബട്ട് എന്തല്ല ഹീമോലിറ്റിക് റിയാക്ഷൻസ് പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് ഈസ് റുട്ടീൻലി പെർഫോംഡ് ബിഫോർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നമ്മളൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ മുമ്പ് നമ്മൾ റുട്ടീൻലി പെർഫോം ചെയ്യുന്നത് ഏതാന്നുള്ളതാണ്. CBC അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, ക്രോസ് മാച്ചിങ്, ബ്ലഡ് കൾച്ചർ ആൻഡ് കൊയാഗുലേഷൻ പ്രൊഫൈൽ. നമുക്കറിയാം ക്രോസ് മാച്ചിങ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ക്രോസ് മാച്ചിങ് ചെയ്യുന്നത് നമ്മുടെ ഡോണറിന്റെ ബ്ലഡ് റെസിപ്പിയന്റിന്റെ ബ്ലഡുമായിട്ട് മാച്ച് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രോസ് മാച്ചിങ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്നാ നമുക്കറിയാം, നമ്മുടെ ബ്ലഡിന്റെ കൗണ്ടാണ്, ജനറൽ ഇൻഫർമേഷൻ ആണ്, അത് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്നതാണ്. ബ്ലഡ് കൾച്ചർ ആണ് യൂസ് ടു ഡിറ്റക്ട് ഇൻഫെക്ഷൻസ് ആണ് നമ്മൾ ബ്ലഡ് കൾച്ചറിൽ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊയാഗുലേഷൻ എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ആണ്. ഇത് എന്തെങ്കിലും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഡെഫിഷ്യൻസിയോ കാര്യങ്ങളൊക്കെ എന്തോ നോക്കുന്നതിനാണ് നമ്മൾ കൊയാഗുലേഷൻ പ്രൊഫൈൽ നോക്കുന്നത്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, റുട്ടീൻലി നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് ക്രോസ് മാച്ചിങ് ആണ്. റെസിപ്പിയന്റ് ആൻഡ് ഡോണറിന്റെ ബ്ലഡ് മാച്ച് ആണോ അല്ലെങ്കിൽ കോമ്പാക്റ്റബിൾ ആണോ നോക്കുന്നതാണ് നമ്മൾ ചെയ്യുക. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് മാക്സിമം ഡ്യൂറേഷൻ ഫോർ എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. റെക്കമെൻഡഡ് ആയിട്ടുള്ള ഏതാണെന്ന് ചോദിക്കുന്നത്. അതിൽ നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് 4 hours ആണ്. അതായത് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്തെയും ജനറലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു 4 hoursന്റെ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നെ 30 minutes എന്നൊക്കെ പറയുമ്പോൾ അതൊരു പിന്നെ ഷോർട്ട് പീരീഡ് ആണല്ലോ. നമുക്കറിയാം ഓപ്ഷൻ എ ഒരിക്കലും വല്ല 30 minutes എന്ന് പറയുന്നത് പിന്നെ ഒരു ഷോർട്ട് പീരീഡ് ആണ്. അപ്പൊ നമുക്ക് ലാർജർ വോളിയം ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ഷോർട്ട് പീരീഡിന്റെ ഇടയിൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ 1 hour എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ 350 ml 450 ml അങ്ങനെയെല്ലാം നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്കൊരു 30 minutes 1 hour എന്നൊക്കെ പറയുന്നത് നമുക്ക് ടു ഷോർട്ട് ആണ്. നമുക്ക് അത്രയും ലാർജ് വോളിയംസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. 6 hours എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോങ് ആണ്. അപ്പൊ നമുക്ക് ബാക്ടീരിയ നമ്മൾ ബ്ലഡ് ബാഗിൽ കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ടീരിയൽ കണ്ടാമിനേഷൻസ് ഒക്കെ എന്തുണ്ട്, അത് വേറെ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റിനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 6 hours എന്ന് പറയുന്നത് ലോങ്ങും 30 minutes 1 hour എന്നൊക്കെ പറഞ്ഞാൽ ടു ഷോർട്ട് ആണ്. അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 4 hours ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഈസ് നോട്ട് എ കോൺട്രാഇൻഡിക്കേഷൻ ഫോർ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഹെൽത്തി ഇൻഡിവിജ്വൽ ഓവർ 18 years old. ഓക്കെ,
അതായത് നമ്മുടെ ഇതിൽ നമ്മൾ ചോദിച്ചെന്നുണ്ടെങ്കിൽ നോട്ട് എ കോൺട്രാൻഡിക്കേഷൻ, അതായത് ഇതിൽ ആർക്കാണ് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് എന്ന്. റീസെന്റ് സർജറി, ആക്റ്റീവ് ഇൻഫെക്ഷൻ, കോൾഡ് ഓർ ഫ്ലൂ സിംറ്റംസ്, ഇവർക്കൊക്കെ നമുക്കറിയാം. നമുക്ക് ഇവരെ ബ്ലഡ് നമ്മൾ എടുത്തിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോണർക്ക് എന്തുണ്ടായിരിക്കും, എന്തെങ്കിലും എഫക്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഹെൽത്തി ഇൻഡിവിജ്വൽ ഓവർ 18 years ഓൾഡ് എന്ന് പറയുന്നത് മീറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഹെൽത്തി ഇൻഡിവിജ്വൽ ഓവർ 18 years ഓൾഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അത് ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ സ്ക്രീനിങ് ഡൊണേറ്റഡ് ബ്ലഡ്? എന്താണ് ഇതിന്റെ ഒരു പ്രൈമറി റീസൺ എന്നാണ് പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ടു ഡിറ്റർമൈൻ ബ്ലഡ് ടൈപ്പ്. ബ്ലഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു പാർട്ട് ഓഫ് ടെസ്റ്റിംഗ് ആണ്. പക്ഷെ എന്തല്ല, പ്രൈമറി പർപ്പസ് ഓഫ് സ്ക്രീനിങ് അല്ല. പ്രൈമറി പർപ്പസ് ആണ് ചോദിക്കുന്നത് ടു ടെസ്റ്റ് ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ്. ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് സ്ക്രീനിങ് എന്ത് ചെയ്യണ്ടേ, നമ്മുടെ ഡൊണേറ്റഡ് ബ്ലഡിന്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേറ്റ് ഒക്കെ സ്ക്രീൻ ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് HIV, ഹെപ്പറ്റൈറ്റിസ്, സിഫിലിസ് പോലുള്ള ഏതെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യാൻ. അതാണ് നമ്മൾ പ്രൈമറി സ്ക്രീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് എന്തിനാണ്, ടു ടെസ്റ്റ് ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ്. Okay, to assess blood volume എന്ന് പറയുന്നത് blood volume is relevant for screening but it is measured for donation eligibility നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത് നോക്കാറുണ്ട്. Okay, next to valid blood pressure. അപ്പോൾ ബ്ലഡ് പ്രഷറും ഒരിക്കലും എന്തല്ല ഈ ഒരു ഇത്രയും പ്രൈമറി റീസൺ ഒന്നുമല്ല സ്ക്രീനിങ്ങിന്റെ. പ്രൈമറി റീസൺ ഫോർ സ്ക്രീനിങ് ഡൊണേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് which organization is primarily responsible for regulating blood donation and transfusion of the United States? ആൻസർ ആയിട്ട് വരുന്നത് FDA ആണ്. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, primarily responsible for regulating blood donation and transfusion in the US. യുഎസിൽ ബ്ലഡ് ഡൊണേഷന്റെ ഇതിനൊക്കെ വരുന്നത് പിന്നെ പ്രൈമറി റെസ്പോൺസ് ചെയ്തിട്ടുള്ള ഏതാണ്, FDA ആണ്. നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO എന്ന് പറയുന്നത് ഗ്ലോബൽ ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അവരെന്തില്ല ഡയറക്റ്റ്ലി അതിന്റെ പിന്നെ ബ്ലഡ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നില്ല, യുഎസിൽ റെഗുലേറ്റ് ചെയ്യുന്നില്ല. അടുത്തെന്ന് പറയുന്നത് സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ ആണ്. ഗൈഡ് ലൈൻ ഇതുപോലെ തന്നെ നമ്മുടെ ഡിസീസ് അല്ലെങ്കിൽ പിന്നെ ഡിസീസിന് പറ്റിയുള്ള ഗൈഡ് ലൈൻസ് ഡാറ്റ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രിവെൻഷൻ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇതിൽ അവരെന്ത് ചെയ്യുന്നില്ല, ഇൻവോൾവ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് FDA ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്.